മറന്നുപോകരുത്, തകർച്ചയിൽ നിന്ന് മാത്രമാണ് ഉയർച്ച ഉണ്ടാകുന്നത്. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഈ ഒരു വിഷയം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക. കാരണം അറിയാൻ വേണ്ടിയിട്ടാണ് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. അതുപോലെ തന്നെ പുറത്തു നിന്ന് പല ശബ്ദങ്ങളും വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. ഇപ്പോൾ റൂമിനകത്ത് 2 പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനെ വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്കെന്തായാലും ആ ഒരു വിഷയത്തിലേക്ക് പോകാം. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിലുടനീളം, ജീവിതത്തിലുടനീളം നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ലൈഫിൽ എപ്പോഴും തകർച്ചകളാണ്, അല്ലെങ്കിൽ ദുഃഖമാണ്, പ്രയാസമാണ്, വേദനയാണ്, സങ്കടമാണ്, രോഗമാണ് എന്നൊക്കെ നമ്മളെല്ലാവരും പറയാറുണ്ടല്ലേ. ഞാനല്ല, ഇതൊക്കെ പറയുന്നവർ പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നതിലൂടെ നമുക്കിത് കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമാവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, അത് നമ്മളിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ ഒരു വീഡിയോ കണ്ട് തീരുന്ന ആ നിമിഷം തന്നെ നിങ്ങളൊരു ദൃഢമായ പ്രതിജ്ഞ എടുക്കുക. ഇനി ഞാൻ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും തകർച്ചയാണ്, വേദനയാണ്, പ്രയാസമാണ്, രോഗമാണ്, ദുഃഖമാണെന്ന് ഞാൻ ഒരു കാരണവശാലും പറയില്ല എന്ന് ഒരു പ്രതിജ്ഞ എടുക്കുക. മനസ്സിലായോ ഞാൻ പറയുന്ന കാര്യം? ഇതിന് പുറകിൽ കുറേ കാരണങ്ങളുണ്ട്. കാരണം ഇത് പറഞ്ഞിങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ വലിയൊരു വിഷയമായിട്ട് മാറും. ഇതൊരു വീഡിയോക്ക് തികയാതെ തന്നെ ആവും. അതുകൊണ്ടാണ് ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ പറയുന്നത്, എൻ്റെ ലൈഫിൽ എപ്പോഴും ദുഃഖമാണ്, എൻ്റെ മോൾക്ക് എപ്പോഴും സങ്കടമാണ്, വേദനയാണ്. പറയുമ്പോൾ തന്നെ അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയാൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കുറേ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് റീഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പുറകിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതലും കേൾക്കുന്ന കാര്യം തകർച്ച, വേദന, സങ്കടം എന്നൊക്കെ ചിലർ പറയാറുണ്ട് അവരുടെ ലൈഫിൽ. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു തകർച്ച ഉണ്ടായാൽ മാത്രമേ ഒരു ഉയർച്ച ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, തകർച്ച ഉണ്ടായതിനു ശേഷമാണ് ഉയർച്ച ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ഉയർച്ച ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ തകർച്ച എന്നുള്ളൊരു ചിന്തയിൽ മുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളൊരു ലോ വൈബ്രേഷനിലായതുകൊണ്ടാണ്, അങ്ങനെയാണ് പറയേണ്ടത്. ലോ വൈബ്രേഷനിലായതുകൊണ്ടാണ് ഈ ഉയർച്ച ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. മനസ്സിലായോ? നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും നമ്മൾ ലോ വൈബ്രേഷനുള്ള കാര്യങ്ങളാണ് ആഗിരണം ചെയ്യുന്നത്, നമ്മളിലേക്ക് വരുത്തുന്നത് നമ്മളായിട്ട്. അപ്പോൾ ഒരു ഉയർച്ച ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പാകമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു തകർച്ചയിൽ നിന്ന് മാത്രമേ ഒരു ഉയർച്ച ഉണ്ടാകൂ എന്ന് മുതൽ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് നമ്മുടെ പഴയ വീടുകളൊന്ന് എടുത്തു നോക്കി, ഈ ഓലമേഞ്ഞ, ഓടുമേഞ്ഞ, ഷീറ്റ് മേഞ്ഞ വീടുകളൊന്ന് നോക്കി, അത് നമ്മൾ തകർക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മളതിനെ പൊളിക്കും. പൊളിച്ചതിന് ശേഷമാണ് ആ വീടിരുന്ന അതേ സ്ഥാനത്ത് ഇപ്പോൾ 2 നില വീടിരിക്കുന്നത്. അല്ലെങ്കിൽ ആര് കണ്ടാലും ഒന്ന് അഭിമാനിക്കുന്ന രീതിയിലുള്ള വീട് നമ്മൾ പണിത് വെച്ചിരിക്കുന്നു. മനസ്സിലായോ? ആ ഒരു തകർത്ത വീടിന് പുറത്താണ് ആ ഒരു പുതിയ വീട് നമ്മൾ നിർമ്മിച്ചത്. അപ്പോൾ ആദ്യം ഒന്ന് ചിന്തിച്ചുക, ആദ്യം നടന്നത് എന്താ? തകർച്ചയാണ്. പിന്നെയാണ് ഒരു ഉയർച്ച ഉണ്ടായത്. നിങ്ങൾ നാളെ മുതൽ യാത്ര ചെയ്യുമ്പോഴോ ഇപ്പോഴും യാത്ര ചെയ്യുന്നവരാണെങ്കിലോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ചില സ്ഥലങ്ങളിൽ ചില കടകളൊക്കെ പൊളിക്കുന്നത് കാണാം. നമുക്ക് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. ചില കടകളൊക്കെ പൊളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ കട പൊളിച്ചതിന് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവിടെ വേറെ പുതിയൊരു കട വരാം അല്ലേ? അത് നോക്കുക.
ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നോക്കുന്ന ഒരു കാര്യമാണ്, ചില സ്ഥലങ്ങളിൽ കടകളൊക്കെ പൊളിക്കുന്നു, ചില വീടുകളൊക്കെ പൊളിക്കാറുണ്ട്. ആ ഒരു വീട് തകർത്തതിന് ശേഷം 2-3 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷം അവിടെ വളരെ മനോഹരമായിട്ടുള്ള പുതിയ വീടുകൾ പണിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവിടെ സംഭവിച്ചെന്താ? തകർച്ചയാണ് ആദ്യം, പിന്നെ ആ ഉയർച്ച ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിലും അങ്ങനെയാ. ആദ്യം ഒരു തകർച്ച ഉണ്ടാകും, പിന്നെ അതിൽ നിന്ന് ഉയർച്ചയും ഉണ്ടാകും. ആ ഉയർച്ചയെ കണ്ട് മനസ്സിലാക്കി വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഈ ഒരു വിഷയം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. മറന്നു പോകരുത്, തകർച്ചയിൽ നിന്ന് മാത്രമാണ് ഉയർച്ച ഉണ്ടാകുന്നത്. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.